ഭൂമിയിൽ നിന്ന് നാസയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയ സുനിത വില്യംസിന്റെയും ബച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവ് ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. ശാസ്ത്രലോകമൊക്കെ ഇപ്പോഴും ഞെട്ടലിൽ തന്നെയാണ്. ഇതുവരെ ഇവരെ ഭൂമിയിൽ ഇറക്കാൻ സാധിച്ചിട്ടില്ല. ബോയിംഗ് സ്റ്റാർലൈനർ പേടകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഭൂമിയിൽ എത്താനാകാതെ അവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ. അതായത് ഇരുവരുടെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഒരു മാസത്തിലേറെയായി അനിശ്ചിതത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലെ ത്രസ്റ്റർ തകരാറുകളും ഹീലിയം ചോർച്ചയുമാണ് നിലവിൽ നാസയിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര വൈകാൻ കാരണമെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. ജൂൺ പകുതിയോടെ ഇവർ തിരികെ എത്തുമെന്ന് തന്നെ ആദ്യം നിശ്ചയിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഈ യാത്ര പലതവണ നീട്ടിവെക്കേണ്ടി വന്നു. മാത്രമല്ല ബഹിരാകാശ പേടകത്തിലെ സങ്കീർണതകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്നും പുതിയ മടക്ക തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സിച്ച് അഭിപ്രായപ്പെടുകയാണ്. ബദൽ പദ്ധതികൾ അവലോകനം ചെയ്യുന്നുണ്ടെന്നും ഇവർ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഡോക്കിംഗ് സമയത്ത് സംഭവിച്ച പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ന്യൂ മെക്സിക്കോയിലെ എഞ്ചിനീയർമാർ സ്പെയർ ത്രസ്റ്ററിൽ പരിശോധന പൂർത്തിയാക്കി. ജൂൺ 6 പേടകം ബഹിരാകാശ നിലയത്തെ സമീപിച്ചപ്പോൾ 5 ത്രസ്റ്ററുകൾ കേടായി. അതിന് പിന്നാലെ 4 ത്രസ്റ്ററുകൾ വീണ്ടും പ്രവർത്തിച്ചു. കൂടുതൽ വിവരശേഖരണത്തിന് ഈ ആഴ്ച ബഹിരാകാശ നിലയത്തിൽ പേടകം ഡോക്ക് ചെയ്യുമ്പോൾ ത്രസ്റ്ററുകൾ പരീക്ഷിക്കാൻ പദ്ധതിയുണ്ടെന്ന് തന്നെ ബോയിംഗ് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ അറിയിക്കുകയാണ്. ജൂൺ 5-നാണ് 2 ബഹിരാകാശ സഞ്ചാരികളെയും വഹിച്ചുകൊണ്ട് ബോയിംഗ് സ്റ്റാർലൈനർ പേടകം വിക്ഷേപിച്ചത്. 24 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇരുവരും സുരക്ഷിതരായി നിലയത്തിലെത്തി. ഒരാഴ്ച മാത്രമാണ് ഈ ദൗത്യത്തിന്റെ ദൈർഘ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവർക്കും അവിടുന്ന് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു. മാത്രമല്ല ബോയിംഗ് നിർമ്മിച്ച ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമാണിത്. ജൂൺ 5-ന് വിക്ഷേപിച്ച പേടകം നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഹീലിയം ചോർച്ചയും സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനകളും ഒക്കെ നടക്കുകയാണ്. ഇതിനിടെ ദൗത്യ സംഘത്തെ തിരിച്ചെത്തിക്കുന്നതിനായുള്ള തീയതികൾ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശത്തെത്തി. തുടർന്ന് ജൂൺ 13-നായിരുന്നു ഇവർ തിരിച്ചു വരാനായി ഉദ്ദേശിച്ചത്. എന്നാൽ തുടർന്ന് യാത്ര മാറ്റിവെക്കേണ്ടി വന്നു. അതായത് ജൂൺ 26-ന് ബുധനാഴ്ചയോടെ വരുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ എന്നാണ് ഇവർ ഭൂമിയിലേക്ക് എത്തുക എന്നുള്ള തീരുമാനം ഇതുവരെയും എത്തിയിട്ടില്ല. കാരണം പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇവരുടെ തിരിച്ചിറക്കം ഏറെ വൈകിക്കുന്നത്. ഇതോടെ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ വഹിച്ചുള്ള ബോയിംഗ് സ്റ്റാർലൈനറിന്റെ വിക്ഷേപണം പരാജയത്തിൽ തന്നെ നീങ്ങുന്നു. അതേസമയം ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസും വിൽമോറും സുരക്ഷിതരാണ് എന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവരികയാണ്. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിൽ ഒരു തിരിച്ചിറക്കത്തിന് ശ്രമിച്ചാൽ അത് ഇവരുടെ ജീവനെ അപകടത്തിലാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് ശാസ്ത്രലോകം പറയുന്നത് ഇങ്ങനെയാണ്. ജൂൺ 5-ന് ഇരുവരെയും വഹിച്ച് സ്റ്റാർലൈനർ പേടകം വിക്ഷേപിക്കുകയായിരുന്നു. ബോയിംഗ് നിർമ്മിച്ച ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമാണിത്. ഭാവി വിക്ഷേപണ ദൗത്യങ്ങൾക്ക് സ്റ്റാർലൈൻ പേടകം എത്രത്തോളം പ്രാപ്തമാണെന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. പേടകം വിജയകരമായി നിലയവുമായി ബന്ധിപ്പിക്കാനും സഞ്ചാരികൾക്ക് നിലയത്തിലെത്താനും സാധിച്ചിരുന്നുവെങ്കിലും യാത്രയിലുടനീളം ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. യഥാർത്ഥത്തിൽ വെറും 9 ദിവസം മാത്രമാണ് ഈ ദൗത്യത്തിന്റെ ദൈർഘ്യം ഉണ്ടായിരുന്നത്. ജൂൺ 13-ന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു. ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും കാരണം തിരിച്ചിറക്കം വൈകുകയും സഞ്ചാരികൾക്ക് കൂടുതൽ ദിവസങ്ങൾ നിലയത്തിൽ കഴിയേണ്ടതായിട്ടും വന്നു. ജൂൺ 26-നാണ് ഏറ്റവും ഒടുവിൽ തിരിച്ചിറങ്ങാൻ നിശ്ചയിച്ച തീയതി. എന്നാൽ അതും ഉണ്ടായിട്ടില്ല. പുതിയ തീയതികൾ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവരികയാണ്. നിലവിൽ സാധാരണ നിലയിൽ 45 ദിവസത്തോളം നിലയത്തിൽ തുടരാൻ സ്റ്റാർലൈനർ പേടകത്തിന് സാധിക്കും. ബാക്കപ്പ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് 72 ദിവസം വരെ ഇത് ദീർഘിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ പരീക്ഷണ ദൗത്യത്തിന് ഉപയോഗിച്ച പേടകം അതിന് പ്രാപ്തമാണോ എന്ന വിവരങ്ങൾ വ്യക്തമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.